ഹലോ മലയാളി മക്കളെ വണക്കം. 2 വീടായിട്ട് കഴിഞ്ഞവർ ആ വരയെടുത്ത് മാറ്റിയിട്ട് ഒറ്റ വീടാക്കി മാറ്റി കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരുമാതിരി അഴിഞ്ഞാട്ടം പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സേതുപതി സാറിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അതായത് അവരോട് കളിക്കാൻ പറഞ്ഞാണ് അതൊരുമാതിരി, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ഫ്രൈഡേയിലെ എപ്പിസോഡിൻ്റെ കുറച്ച് കാണാമെന്ന് പറയുന്നുണ്ട്. ജെഫ്രിയുടെ ഇത് കാര്യമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് ഈ ജാക്ലിനും സൗന്ദര്യയും റയാനും കൂടെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അരുണിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് വന്നിട്ട് ജെഫ്രിയോടും സൗന്ദര്യയോടും റീബക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റവ കൊണ്ട് കേസരി പോലെ കേക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. അത് അൻഷിതയോട് പറയാമെന്നൊക്കെ പറഞ്ഞു അത് പ്രിപ്പയർ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഞ്ജരിയുടെയും റാണവിൻ്റെ ടാസ്ക് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൊമ്മയാട്ടം അത് അവസാനിച്ചിട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ അരുണിൻ്റെ കേക്ക് വരുന്നുണ്ട്, വീട്ടിൽ നിന്ന് ലെറ്ററൊക്കെ വരുന്നുണ്ട്. അരുൺ വായിക്കുന്നു, സന്തോഷിക്കുന്നു, കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പം മുത്തുകുമാറും അരുണും കൂടെ സംസാരിക്കാൻ വേണ്ടി ദീപക്ക് പറയുന്നു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ച് ഏറ്റവും ഓക്കെ സോറിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഗാർഡനിൽ അരുണിൻ്റെ കണ്ണിങ്ങനെ കെട്ടിക്കൊണ്ട് ദീപക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ കേക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കും ഇവരുണ്ടാക്കിയ കേസരിയുടെയും എല്ലാം കൂടെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒരു പ്രസൻറ്റ് അവിടെ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് അരുണ് ഇച്ചിരി ഇമോഷണലായിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്, താങ്ക്സ് ഒക്കെ നല്ല രീതി ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിയുമ്പം പിന്നീട് സേതുപതി സാറിനെയാണ് കാണിക്കുന്നത്. അരുൺ പറഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്, പോയി എടുക്കാൻ പറയുന്നുണ്ട്. ചോക്ലേറ്റ്സ് ആണ്. എന്നിട്ട് പറയുന്നുണ്ട് സാറിന്ന് വിളിക്കുന്ന ആൾക്ക് അത് വിളിച്ചുകൊണ്ടും അല്ലെങ്കിൽ മേഡം എന്ന് പറഞ്ഞാൽ അങ്ങനെയും, പിന്നെ ഫ്രണ്ടായിട്ടുള്ള മച്ചി എന്ന് വിളിച്ചിട്ട് അങ്ങനെ കൊടുക്കാം, ചോക്ലേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ആദ്യമേ ദീപക്കിന് മാത്രം സാറിന് വിളിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും മച്ചി എന്ന് വിളിക്കുന്നുണ്ട്. മഞ്ജരിയെയും മേഡം എന്ന് വിളിക്കും, ബാക്കി എല്ലാവരും മച്ചി എന്ന് വിളിച്ചിട്ടാണ് ചോക്ലേറ്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് വര മാറ്റിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ ഫ്രണ്ടായിരുന്നവർ ഇപ്പോൾ എതിരാളിയും, നേരത്തെ എതിരാളിയായിരുന്നവർ ഇപ്പോൾ ഫ്രണ്ടായിട്ട് അങ്ങനെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനും ആൻസർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അതായത് ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ദീപകിൻ്റെ ക്യാപ്റ്റൻസി സാച്ചിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പൂ കട്ട് ചെയ്തത്, അതിന് മാത്രം എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു പാർഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ പറയുന്നതിൽ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ, സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കുക, അതുകൊണ്ടാണോ, അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കുറേ സാച്ചിനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാൽ പോലും പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്നുണ്ട്, നോക്കുന്നുണ്ട്. പിന്നെ മഞ്ജരിയുടെ അരുണിൻ്റെ പ്രശ്നം എന്താണെന്നും നല്ല ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട്, രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് മഞ്ജരിക്ക് ഭാഗമായിട്ടുള്ള അരുണിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. മഞ്ജരി കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അരുണിൻ്റെ ഭാഗത്താണ് എല്ലാവരും നിൽക്കുന്നതും, പിന്നെ കൂടുതൽ ആൾക്കാർ അരുണിന് വേണ്ടിയാണ് സംസാരിച്ചതും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് സാച്ചിനോട് പറഞ്ഞിട്ട് ലിവിങ് ഏരിയയിൽ വന്നിരുന്നു, ബാത്റൂമിൽ പോയി, പിന്നെയും വന്നു കുറച്ച് നേരം കഴിഞ്ഞ് പൂവട്ടിയിരുന്നു, പിന്നെയും പോയി. ഇതെന്താണ് ഇങ്ങനെ, ക്യാപ്റ്റനെ മാത്രമല്ല ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന എല്ലാവരും കൂടാതെ നമ്മളെ എല്ലാവരും നീ അവഗണിക്കുന്ന പോലെ അല്ലായിരുന്നു എന്നൊക്കെ സാച്ചിനോട് ചോദിക്കുന്നു. സാച്ചിന് അതിന് ആൻസർ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് സാച്ചിനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ദീപകിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇത്രയായിരുന്നു എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇടയിൽ നടന്നിട്ടുണ്ട്, കുറേ വലിച്ചു നീട്ടിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ വലിച്ചു നീട്ടാതെ ആൻസർ ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും ഇവർ വലിച്ചു നീട്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, നമുക്ക് തന്നെ ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിവേ നാളത്തെ എപ്പിസോഡിൽ എലിമിനേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ അപ്ഡേറ്റുമായിട്ട് വരാം കേട്ടോ.